ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് ഒരു അവിയലാണ്. അതിന് വേണ്ട സാധനങ്ങളുണ്ട്. ഒരു 1/2 കിലോ വെജിറ്റബിൾസ് ചെറുതായി നീളത്തിൽ അരിഞ്ഞ് വൃത്തിയായി വിനീഗറും ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്ത് അതിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒരു ക്യാരറ്റ് ഉണ്ട്, ഒരു ചെറിയ ഏത്തയ്ക്ക, ഒരു തക്കാളി, 100 ഗ്രാം പപ്പായ, 4 കോവയ്ക്ക, 3 പച്ചമുളക്, ഒരു ചെറിയ വഴുതനങ്ങ, സവാള പകുതി, കുറച്ച് കറിവേപ്പില, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് തൈര്, 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 2 സ്പൂൺ സവാള, 1 സ്പൂൺ ജീരകം, പച്ചമുളക്, കറിവേപ്പില, സോൾട്ട്. ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. സ്റ്റവ് ഓൺ ചെയ്യാം. ഇത് നമുക്ക് ഈ കഴുകി വെച്ച വെജിറ്റബിൾസ് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പ് ചേർക്കാം. രണ്ട് പച്ചമുളക് കീറിയിടാം. രണ്ട് കറിവേപ്പില ചേർക്കാം. അടച്ച് വെച്ച് വേവിക്കാം. വെയിറ്റ് ഇടണ്ട. കുക്കർ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കിടന്നിട്ടൊന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായി വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ളത് എടുക്കാം. ഇത് ഗ്രേറ്റഡ് കോക്കനട്ട്, സ്പൂൺ ഉള്ളി, 1 സ്പൂൺ ജീരകം, 2 പച്ചമുളക്, 2 കറിവേപ്പില. ഇത് വെള്ളം ചേർക്കണ്ട, വെറുതെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് അധികം വേവാനും പാടില്ല, അധികം അരയാനും പാടില്ല. ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചെടുക്കാണത്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കണം. ഒന്നും കൂടി വേവാണ്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കും. വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ച ഈ കോക്കനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നാളികേരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം.
ഇതിലേക്ക് ഇനി അടച്ച് വെച്ച തൈര് ചേർക്കാം. നന്നായി മിക്സ് ചെയ്താൽ മതി, അധികം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് വെക്കും. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. എല്ലാ വെജിറ്റബിൾസും ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കോക്കനട്ട് ഓയിലുണ്ട്, ഗാർണിഷ് ചെയ്ത്. അതാണ് ഇതിൻ്റെ സ്മെല്ലും സ്വാദും. കോക്കനട്ട് ഓയിലും വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കും. അങ്ങനെ 1 സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലിരിക്കുന്നു. ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പൊക്കെ പാകമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.